Good morning, Miss. Good morning. Good morning. Good morning. How are you? Fine, thank you. How are you, Miss? Yes, How I am. are you, Miss? I am How fine. are you, Miss? Please video on. Video on ചെയ്ത് എല്ലാവരും. Video. Good morning, Miss. Good morning. Video class കഴിയുന്നത് വരെ വീഡിയോ ഓഫ് ചെയ്യരുത്. എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിരുന്നേ. Take your Hindi textbook and type present. ഒരു പ്രാവശ്യം മാത്രം പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യും. മിസ് ഇപ്പൊ ഫോട്ടോ എടുക്കുമ്പോൾ കുറെ പേര് വീഡിയോ ഓൺ ചെയ്യാതെ ഉണ്ടാവും. നിർബന്ധമായും ക്ലാസ് കഴിയുന്നത് വരെ വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കുക. മിസ്സിന് പേര് വിളിക്കില്ല, എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുക. Good morning. Yes. Good morning, Miss. Good morning. Take your Hindi textbook. Shahma K, Shahma V. Rilu, video on ചെയ് വേഗം. സമയങ്ങളല്ലോ. വീഡിയോ ഓൺ ചെയ്തിരിക്കുക. മിസ്സിനാണ് ഓൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ മിസ്സിനെ കാണുന്നില്ല. മിസ്സിന് നിന്നെയും കാണുന്നില്ല. അപ്പോ സെയിം ആയല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ഏത് പാഠാണ്, ഏത് ലെസൺ ആണ് എടുത്തത്? ഏതാണ്? എത്രാമത്തെ ചാപ്റ്ററാ? Lesson 5. ലെസൺ 5. ലെസൺ 5 എന്താണ് ലെസന്റെ പേരെന്ന് പറഞ്ഞില്ല? സാഹസി നേത്രാവതി. സാഹസി നേത്രാവതി, ബ്രേവ് നേത്രാവതി അല്ലേ? ആ ലെസൺ നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ലേ? അതിലെ വർക്കുകൾ പറഞ്ഞോ? റിലുവിന് ആരാ ബോഡി ഗാർഡ്? രണ്ടുപേരെ കാണുന്ന റിലുവിന്റെ കൂടെ Yes, Miss. ആരാണത്? ബോഡി ഗാർഡാ? അതെയോ? ഓക്കേ. അപ്പൊ നമ്മൾ അതിലെ വർക്കുകൾ പറഞ്ഞോ മക്കളെ? ബ്രേവ് നേത്രാവതി ലെസന്റെ വർക്കുകൾ നോട്ട്സ് എല്ലാം പറഞ്ഞു തന്നോ? ഏത് പേജ് വരെ പറഞ്ഞു? നമ്മള് പേജ് നമ്പർ 29 വരെ പറഞ്ഞു കംപ്ലീറ്റ് ആക്കിയോ? 29 രണ്ടാമത്തെ വർക്ക് ഏതാണ്? സെക്കൻഡ് വർക്ക്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ synonyms for given words. പേജ് നമ്പർ 29 ആണോ പറയേണ്ടത്? Yes. അതിൽ ഫസ്റ്റത്തെ. 21ത്തെ ഫസ്റ്റത്തെ. ഓക്കേ. ഐ 28 കംപ്ലീറ്റ് ആക്കിയല്ലോ. ആക്കിയിട്ടുണ്ട്. Yes, miss. മക്കൾ എല്ലാവരും നോട്ടും ടെക്സ്റ്റും കംപ്ലീറ്റ് അല്ലേ? Yes. അപ്പോൾ പേജ് നമ്പർ 29 എടുത്തോളൂ. പേജ് നമ്പർ 29 എല്ലാവരും എടുത്തു വെച്ചോ. शब्दों के समानार्थी शब्द ढूंढ कर लिखो. അതല്ലേ പറയേണ്ടത്? दिए गए शब्दों के समानार्थी शब्द ढूंढ कर लिखो. Find out and write synonyms for given words. പര്യായ പദങ്ങള് താഴെ കൊടുത്തിരിക്കുന്ന ഓരോ വാക്കിന്റെയും പര്യായ പദങ്ങള് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾ എന്താ സംസാരിക്കുന്നുണ്ടോ? അപ്പൊ ആ പര്യായ പദങ്ങളെ മിസ് ഒന്നുകൂടി പറഞ്ഞുതരികയാണ്, ശ്രദ്ധിച്ചിരിക്കണേ. പറഞ്ഞു, എന്നാ ഒന്നുകൂടി പറയാം, നോക്കിക്കോ. അജിസൽ പ്ലീസ് വീഡിയോ ഓൺ. കഹാനി, കഥ അവിടെ കൊടുത്തിട്ടുണ്ട്. വേറൊരു വേർഡാണ് ഇത്, ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതേണ്ടത്. ഏതാണ്? കഥ എന്നുള്ളതിന് സെയിം വേർഡ് കിസ്സ. എന്താണ് വേർഡിന്റെ വേർഡ്? കിസ്സ. കിസ്സ കിസ്സ എന്ന് പറഞ്ഞാല് കഥ. നെക്സ്റ്റ് താലാബ്. താലാബ് പോണ്ട്. താലാബിന്റെ ഏതൊക്കെയുണ്ട്? താൽ, സരോവർ. താൽ, സരോവർ. മിസ് ഇത് ഗ്രൂപ്പിൽ അയച്ചുതരാം, എഴുതി കഴിഞ്ഞു. സിദ്ധാന്ത് ഇതുവരെ കംപ്ലീറ്റ് ആക്കിയോ? സിദ്ധാന്തേ യെസ്, എനിക്ക് അയച്ചുതരണേ. നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയാൽ പോരാ. ഫോർത്തിൽ കുറെ കുട്ടികൾ എനിക്ക് നോട്ട്സ് അയച്ചു തരുന്നതിൽ പിശുക്ക് കാണിക്കുന്നു. പിശുക്ക് കാണിക്കുന്നവരുടെ വീട്ടിലേക്ക് മിസ് എത്തുന്നതാണ്. കോപ്പി റൈറ്റിംഗ്, ടെക്സ്റ്റ് ബുക്കിലെ വർക്കുകൾ, നോട്ട്ബുക്കിലെ വർക്കുകൾ കൃത്യമായി അയച്ചു തരണം. നെക്സ്റ്റ് കപ്പട. കപ്പട വസ്ത്ര, വസൻ. ഡ്രസ് അല്ലെ? കപ്പട എന്ന് പറഞ്ഞാല് ഡ്രസ്. വസ്ത്ര, വസൻ. മിസ് പറഞ്ഞു പോവുകയാണേ, നിങ്ങൾ പിന്നീട് എഴുതിക്കോളൂ കേട്ടോ. മിസ് ഗ്രൂപ്പിൽ അയച്ചു തരും. പാനി, പാനി എന്ന് പറഞ്ഞാൽ വാട്ടർ അല്ലേ? പാനി. നീർ, ജൽ. നീർ, ജൽ. സമയ, കാൽ, അവധി. കാൽ, അവധി. ജോമൽ ആൻഡ് ജോവൽ. ആസിയ സഫ വീഡിയോ ഓൺ ചെയ്. മിസ് പേജ് നമ്പർ 29. ഏറ്റവും മുകളിലെ വർക്കുകളാണ് പറയുന്നത്. ജോമൽ ആൻഡ് ജോൽ വീഡിയോ ഓൺ ചെയ്യാ. സിദ്ധാന്ത് വീഡിയോ ഓഫ്, ഒറ്റൊരാൾ വീഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവർക്ക് ഞാൻ ഇമ്പോസിഷൻ തരും ക്ലാസ് കഴിഞ്ഞ ഉടനെ. ആ ലെസൺ ഒരു 10 പ്രാവശ്യം എഴുതി കാണിക്കാൻ പറയും. നെക്സ്റ്റ് മിസ് ഇപ്പൊ പറഞ്ഞ വർക്ക് എന്ത് ചെയ്യും? ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യണം? അത് നോക്കി കംപ്ലീറ്റ് ആക്കുക. ഇനി തന്നെ എഴുതണേ നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ. വാക്യം കോ ശുദ്ധ കർക്കെ ലിഖോ. എന്താ അങ്ങനെ പറഞ്ഞാല്? വാക്യം കോ ശുദ്ധ കർക്കെ ലിഖോ എന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന സെന്റൻസ് ശരിയാക്കി ഓർഡർ ആക്കി എഴുതണം. നാങ്കടിക്കല്ലേ റിലു? നഖം തിന്നല്ലേ? വയറുവേദനിക്കൂ. അപ്പൊ താഴെ തന്നിരിക്കുന്ന സെന്റൻസ് എന്താക്കണം? ഓർഡർ ആക്കണം അല്ലെ? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓർഡർ ആക്കി എഴുതാം. ഫസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? ഏക് ധീ സാഹസ് സാഹസി നേത്രാവതി ലഡ്കി. അത് നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ ഉണ്ട്. നേത്രാവതി ഏക് സാഹസി ലഡ്കി ധി. മനസ്സിലായ? നേത്രാവതി ഏക് സാഹസി ലഡ്കി ധി. ഷാൻ മിസ് പറഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടോ? മുഹമ്മദ് ഷാൻ? യെസ്. നെക്സ്റ്റ് താലാബ് താ ഫീറ്റ് ഗഹര തീസ്. താലാബ് ധാ ഫീറ്റ് ഗഹര തീസ്. അത് റെഡിയാക്കി എഴുതണം. എങ്ങനെ എഴുതും? താലാബ് 30 ഫീറ്റ് ഗഹരാധ. ആ പോണ്ട് 30 അടി ആഴമുണ്ടല്ലേ? മനസ്സിലായോ? എങ്ങനെയാ ഓർഡർ ആക്കുന്നത്? മനസ്സിലായോ? സെന്റൻസ് ഓർഡർ ആക്കി എഴുതേ വേണ്ട. ടെക്സ്റ്റ് ബുക്കിൽ അതേ സെന്റൻസ് ആക്കി എഴുതേ വേണ്ട. എറിക്കിന് മനസ്സിലായില്ലേ? എറിക് ഓക്കെ. താലാബ് 30 ഫീറ്റ് ഗഹരാധ. ഓക്കെ. നെക്സ്റ്റ് उसने लगा छलांग तालाब में भी. उसने लगा छलांग तालाब में भी. അങ്ങനെ പറയുമ്പോൾ ഒരു രസമില്ല അല്ലെ? നമുക്ക് വായിക്കുമ്പോൾ ഒരു
ഓർഡർ കിട്ടുന്നില്ല അല്ലെ? അപ്പൊ നമ്മൾ ഓർഡർ ആക്കി എങ്ങനെ എഴുതും? ഉസ്നെ താലാബ് മേ എന്താണ്? മിസ് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പിൽ അയച്ചുതരാം, അത് നോക്കി എഴുതിയാ മതി കേട്ടോ. ഉസ്നെ പേജ് നമ്പർ എന്താണ് ഈ പേജ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് അത് ഗ്രൂപ്പിൽ ഇട്ടിട്ട് ഉണ്ടായിരുന്നു അല്ലേ? എനക്ക് തോന്നി മിസ് പറയുമ്പോഴാണ് മിസ്സിന് മനസ്സിലാവുന്നത്. മിസ്സിന് ഓർമ്മയുണ്ട് അത് പറഞ്ഞു എന്നുള്ളത്. പക്ഷെ നിങ്ങളെ അത് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് സംശയം വേണ്ടെന്ന് കരുതിയിട്ടാണ് വീണ്ടും മിസ് പറഞ്ഞത്. ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രം. ഒന്നുകൂടി അതുകൊണ്ട് പറയാണ്. उसने तालाब में छलांग लगा दी, हम है गर्व उस पर हमें गर्व है. ओके, ഇനി നെക്സ്റ്റ് അംഗ്രേസി മേം അർത്ഥ ലിഖോ. ഇതിലെ അർത്ഥം എഴുതേണ്ടത് അംഗ്രേസി മേം. എന്താ മീൻസ് അംഗ്രേസി? അംഗ്രേസി പറഞ്ഞാൽ എന്താ പറയാമോ? എന്താണ്? ഇംഗ്ലീഷ്. ഗുഡ്, ഇംഗ്ലീഷ് ആണ് നമ്മൾ ജോമലാൻ ജോൽ വീഡിയോ ഓൺ ചെയ്. അപ്പൊ അംഗ്രേസിനെ ലിഖോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇംഗ്ലീഷിലെ മീനിങ് എഴുതണം. മീനിങ് പറഞ്ഞുതരുമോ മക്കൾ നിങ്ങൾ? എനിക്ക് മിസ് ഇപ്പൊ ചോദിക്കാം, മിസ്സിന് ഇന്ന് മീനിങ് പറഞ്ഞു തരണേ. നിങ്ങൾ പഠിക്കുന്നുണ്ടോ നോക്കട്ടെ. അപ്പൊ മിസ് ഇപ്പൊ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഒക്ടോബർ 1st വീക്കിലെ എഴുത്തു പരീക്ഷയാണ് നടക്കുന്നത്, ഗൂഗിൾ ഫോമിലല്ല. 1st വീക്കിൽ എക്സാം നടക്കുന്നുണ്ട്, October 1st. അപ്പൊ ഇന്ന് മുതൽ കൃത്യം 1 മാസം ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പൊ മക്കളെല്ലാവരും ഹിന്ദി പഠിക്കുമ്പോൾ നന്നായിട്ട് റഫ് ബുക്കിൽ എഴുതി പഠിക്കുക. ഇതുവരെയുള്ള ടെക്സ്റ്റിലെയും നോട്ടിലെയും വർക്കുകൾ എല്ലാം പഠിച്ചു വെക്കുക. അത് എഴുതിട്ട് തന്നെ പഠിക്കണം കേട്ടല്ലോ. സ്പെല്ലിംഗ് വന്നാലേ മാർക്ക് കുറയും. ആരാ മിസ് വിളിക്കുന്നത്? അലനാണോ? മിസ് October 1st എന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേ നമുക്ക് എക്സാം എഴുതിക്കൊണ്ട് നടത്താം. അതിന് വിഷമിക്കൊന്നും വേണ്ട. 1-ാം തീയതി തന്നെ ആവണമെന്നില്ല. 1st വീക്ക് മിസ് പറഞ്ഞുള്ളൂ, അത് ഏത് ഡേറ്റിനാവാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഓർമ്മിച്ച് വെക്കണേ. അലൻ ബി സാംസന്റെ October 1st ബർത്ത്ഡേ. എല്ലാവരും അവന്റെ വീട്ടിലേക്ക് പോയിക്കോട്ടോ. October 1st. അതെയോ? എന്നാ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാം. ഓക്കെ, അപ്പോ ഇൻ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇംഗ്ലീഷിലെ മീനിങ് എഴുതണം അല്ലെ? അദ്ഭുത, യുണീക്. ഇനി വീർ. വീർ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് ജോമലാൻ ജുവൽ. ആദ്യം ഒരു സോറി പറയട്ടെ. ജോമലാൻ ജുവൽ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ ഒന്ന് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലേ മോൻ എന്നോട്? ഏതോ ആൻസർ അങ്ങനെ ഒരു വോയിസ് ഇട്ടതിട്ടായി എനിക്കൊരു തോന്നുന്നു. ജോലാൻ ജുവൽ ഇവിടെ പോയി? മിസ് ചോദിച്ചാട് മുങ്ങിയ. അപ്പൊ അതെനിക്ക് അയച്ചു കൊടുക്കാൻ വിട്ടുപോയി, മറന്നുപോയി. അവൻ വീണ്ടും പിന്നെ ചോദിച്ചതുമില്ല. മിസ് ജുവൽ കേൾക്കാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തോ ചോദിച്ചില്ലേ മോളെ? കഴിഞ്ഞ വെനസ്ഡേ എന്തോ നിങ്ങൾ വോയിസ് ആയിട്ട് അയച്ചില്ലേ? എനിക്ക് എന്തോ ക്വസ്റ്റ്യൻ ആൻസർ എന്തോ വേണമെന്ന് പറഞ്ഞിട്ട്. അത് മിസ്സിന്റെ കയ്യിൽ നിന്ന് അത് ക്ലിയർ ചാറ്റ് അടിക്കുമ്പോൾ പോയിട്ടാണ് കേട്ടോ. ഏതാന്ന് എനിക്ക് മിസ്സിന് മനസ്സിലായില്ല. ഏതെങ്കിലും വേണമെങ്കിൽ ഇന്ന് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞിട്ട് നാളെയോ ഒന്ന് എനിക്ക് അയച്ചു തന്നോ, ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ അയച്ചുതരാം കേട്ടോ. ഓക്കെ, മറന്നുപോയിട്ടാണേ. ഇനി വീർ. വീർ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് മീനിങ് ഹീറോ. എന്താണ്? ഹീറോ. എന്താ ഹീറോന്റെ സ്പെല്ലിങ്? HERO. പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ 29. 29 4th അംഗ്രേസി മേം അർത്ഥ ലിഖോ ആണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് കുറെ പേര് എഴുതിയിട്ടുണ്ട്, കുറച്ചു പേര് മടിയന്മാരെ എഴുതിയിട്ടുള്ള, കുറെ പേര് നോട്ട് അയക്കുന്നേ ഇല്ല. നോട്ട് അയക്കാത്ത വീട്ടിലേക്കെല്ലാം ഞാൻ വരുന്നുണ്ട്. കയ്യിൽ ഒരു ചൂരിൽ വടിയും ഉണ്ടാവും. പേരൻസിന്റെ മുന്നിൽ നിന്നായിരിക്കും അടി കിട്ടുക. അപ്പൊ അതിന് കാരണമാക്കണ്ട കേട്ടോ.
എല്ലാവരും അയക്കണം. ഞാൻ അയക്കാത്തൊരു ലിസ്റ്റ് ഞാൻ കൃത്യം എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ കുറെ പേര് വിചാരിക്കുന്നുണ്ടോ ഒരു 10, 25, 30 കുട്ടികളില്ലേ, അപ്പൊ ഞാൻ അയച്ചിട്ടില്ലെങ്കിൽ എന്നെ മിസ്സിന് മനസ്സിലാവുമൊന്നും ചെയ്യില്ല എന്നെല്ലാം വിചാരിക്കും. അങ്ങനെ ഒരുത്തനും കരുതണ്ട. കൃത്യമായിട്ട് അയക്കാത്തവരുടെ പേര് മിസ്സിന്റെ കയ്യിൽ ലിസ്റ്റിലുണ്ട്. അവര് ഞാൻ കൃത്യം നോട്ട് ചെയ്യും. അവർക്ക് പ്രോഗ്രസ് കാർഡിൽ 0 കിട്ടും. 0 തലയിൽ വെച്ചിട്ട് കൊണ്ടുകൊണ്ടുവരും വീട്ടിലേക്ക് കേട്ടോ. അപ്പൊ വീർ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണ്? ഹീറോ. HERO. നെക്സ്റ്റ് ചലാങ്. ചലാങ് ചലാങ് എന്ന് പറഞ്ഞാല് എടുത്തു ചാടൽ, തുള്ളല്. ജംപ്. എന്താണ്? ജംപ്. JUMP. കൃത്യം പഠിച്ചു വെക്കണം. ഇംഗ്ലീഷ് മീനിങ് എഴുതാനുണ്ടാവും, നന്നായിട്ട് പഠിച്ചു വെക്കുക. JUMP ജംപ്. ഘബരാഹട്ട് നെർവസ്നെസ്. ഘബരാഹട്ട് നെർവസ്നെസ്. NERVOSNESS. നെക്സ്റ്റ് ഗണതന്ത്ര ദിവസ്. ഗണതന്ത്ര ദിവസ് നമ്മൾ കേട്ടിട്ടില്ലേ? റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് റിപ്പബ്ലിക് ഡേ. REPUBLICAY. റിപ്പബ്ലിക് ഡേ. നെക്സ്റ്റ് ഗർവ്. പറഞ്ഞാല് പ്രൗഡ്. PROUD. എന്താ മുഹമ്മദ് ഷാൻ ഉറക്കം വരുന്നുണ്ടോ? മുഹമ്മദ് ഷാൻ കുഞ്ഞനീത്തി ആരോ ഉണ്ടെന്നല്ലേ കൂടെ കളിക്കാൻ? എന്താണ് ക്ലിയർ ആയിട്ടില്ല? ഏതാണ് ചോദിച്ചോളൂ. ക്ലിയർ ആയില്ല. മീനിങ് ആണോ ഇപ്പൊ പറഞ്ഞ മീനിങ് ആണോ ചോദിക്കുന്നത്? അദ്ഭുത യുനിക്, വീർ ഹീറോ, ചലാങ് ജംപ്, ഘബരാഹട്ട് നെർവസ്നെസ്. അത് ഇപ്പൊ എഴുതണ്ട നിങ്ങളെ, ഞാനിപ്പോ ഗ്രൂപ്പിൽ അയച്ചില്ല, അത് നോക്കി എഴുതിക്കോ. ഗണതന്ത്ര ദിവസ്, റിപ്പബ്ലിക് ഡേ, ഗർവ്, പ്രൗഡ്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് സ്കൂളിലുള്ള സമയത്ത് ചെയ്യേണ്ട വർക്കുകളാണ് താഴെ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. മിസ്സിന് പറഞ്ഞുതരാം, മക്കൾ അറിഞ്ഞു വെക്കണല്ലോ. इस वर्ष गणतंत्र दिवस पर जिन बच्चों को राष्ट्रीय वीरता पुरस्कार मिला उन साहसी बच्चों के नाम की सूची बनाओ. ഒരു വർക്ക് എന്താണ്? ഇത്തവണയുള്ള റിപ്പബ്ലിക് ഡേക്ക് ഏതൊക്കെ കുട്ടികൾക്കാണ് രാഷ്ട്രീയ വീരതാ പുരസ്കാർ ലഭിച്ചിട്ടുള്ളത് ആ കുട്ടികളുടെ ലിസ്റ്റ് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്കൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എക്സ്ട്രാ നിങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവരേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അവിടെ ഒന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. രാഷ്ട്രീയ വീരതാ പുരസ്കാർ എന്ന് പറഞ്ഞാല് വെറുതെ വീട്ടിലിരുന്നവർക്ക് കിട്ടുന്നതല്ല, പിന്നെയോ നല്ല ധൈര്യത്തോടെ അല്ലെ, ഇപ്പൊ നേത്രാവതിനെ പോലെ അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നതാണ് അല്ലെ. ധൈര്യത്തോടെ കുട്ടികളെ, അതായത് വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന കുട്ടികളെ രക്ഷിക്കുകയും അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നതാണ് എന്ത്? രാഷ്ട്രീയ വീരതാ പുരസ്കാർ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ പേര് ലിസ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി नेक्स्ट है രണ്ടാമത്തെ क्वेश्चन गणतंत्र दिवस के बारे में अपनी उत्तर पुस्तिका में 5 वाक्य लिखो. റിപ്പബ്ലിക് ഡേനെ കുറിച്ച് സ്വന്തമായിട്ട് ഒരു 5 സെന്റൻസ് നിങ്ങളുടെ അവിടെ എഴുതുക. നോട്ട്ബുക്കിൽ എഴുതണമെന്നാണ്, നിങ്ങൾ ഇപ്പൊ എഴുതണ്ട കേട്ടോ. ഗണതന്ത്ര ദിവസ് റിപ്പബ്ലിക് ഡേനെ കുറിച്ച് ഒരു 5 സെന്റൻസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ആ ലെസൺ കംപ്ലീറ്റ് ആയി. ഇതുവരെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അതിന്റെ കൂടെ കോപ്പി റൈറ്റിംഗ്, കുറെ പേര് കോപ്പി റൈറ്റിംഗ് അയക്കുന്നേ ഇല്ല. കോപ്പി റൈറ്റിംഗ് നിർബന്ധമാണ്. എത്ര ക്ലാസ് കഴിഞ്ഞോ അത്രയും പേജ് നിങ്ങളുടെ കോപ്പി റൈറ്റിംഗ് കഴിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളവരെ ഞാൻ എക്സാമിന് മുമ്പ് ചെക്ക് ചെയ്യും. എക്സാമിന് എന്നാലേ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ വിടുകയുള്ളൂ. ഹിന്ദി എക്സാം എന്നാലേ അറ്റൻഡ് ചെയ്യാൻ വിടുകയുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് കോപ്പി റൈറ്റിംഗ് എഴുതുക. പേജ് നമ്പർ 30 എടുത്തോ. നെക്സ്റ്റ് ലെസൺ റാണി ചെന്നമ്മ, ക്യൂൻ ചെന്നമ്മ.
റാണി ലക്ഷ്മിബായ്, ഝാൻസി റാണി, ഇങ്ങനെ കുറെ ആളെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതുപോലെയുള്ള ഒരാൾ കൂടിയുണ്ട്, റാണി ചെന്നമ്മ. പേജ് നമ്പർ 30. മിസ് വായിക്കുമ്പോ കൃത്യം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കുക. പാഠക പരിചയ്. പാഠക പരിചയ്. यह पाठ रानी चेन्नम्मा की वीरगाथा है. इसमें रानी द्वारा अद्भुत साहस और वीरता का प्रदर्शन करते हुए अंग्रेजों को ढड़ कर लोहा लेने और वीरगति को प्राप्त होने की घटना का वर्णन है. ഈ പാഠഭാഗത്തിലെ റാണി ചെന്നമ്മയുടെ വീരഗാഥ കഥയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് റാണി ചെന്നമ്മയുടെ അത്ഭുതകരമായ ധൈര്യത്തെക്കുറിച്ചും അദ്ദേഹം ചെന്നമ്മ നടത്തിയ യുദ്ധത്തെക്കുറിച്ചുമുള്ള കഥയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പാഠക ഉദ്ദേശ് പാഠക ശുദ്ധ പഠൻ സർവാന തഥാ റാണി ചെന്നമ്മ കെ സാഹസ് और वीरता का परिचय देना. വെറുതെ അല്ല നിങ്ങൾക്ക് പാഠം തന്നിരിക്കുന്നത്. ഒന്ന്, പാഠഭാഗം നന്നായിട്ട് വായിക്കാൻ പഠിക്കുക. 2, റാണി ചെന്നമ്മയുടെ ധൈര്യത്തെക്കുറിച്ചും വീരതയെക്കുറിച്ചും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ലെസണിലേക്ക് കടക്കാം. റെഡി അല്ലേ? ആർ യു റെഡി? യെസ്. എന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ഇങ്ങനെ ചായ ഒന്നും കുടിക്കാതെ ജീവൻ ഇല്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കല്ലേ? ഒന്ന് ചായ ഒന്നും തരില്ലേ നിങ്ങൾക്ക്? കൊറേ പേര് ഇരുത്തം കണ്ട തോന്നുന്നു ഭക്ഷണമൊന്നും തരില്ലാന്ന് തോന്നുന്നുണ്ട്. പേരൻസ് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ പട്ടിണി കിടന്ന് ഇങ്ങനെ മരിക്കാറായ ഒരവസ്ഥയില്ലേ? അതുപോലെ കുറെ പേര് ക്ലാസ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കാൻ പാടില്ല, ഇരിക്കണം. Yes. Are you ready? Yes. 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 മുഹമ്മദ് ഷെസിൻ. മുഹമ്മദ് ഷെസിൻ ഒന്ന് യെസ് പറഞ്ഞേ ഉറക്കെ. Yes, miss. Yes. Okay. അപ്പൊ മിസ് ലെസണിലേക്ക് കടക്കുകയാണ്. എല്ലാം ശ്രദ്ധിക്കണേ, ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കുക. ആൻജോ, പേജ് നമ്പർ 30, 6th ലെസൺ. ആൻജോ ജോസഫ്. എല്ലാവരും ടെക്സ്റ്റ് ശ്രദ്ധിക്കണം. മിസ് ചോദിക്കും എവിടെ എത്തിയെന്ന്. മിസ്സിന് പറഞ്ഞു തരണം അപ്പൊ കറക്റ്റ് ആയിട്ട്. ജ്വൽ ആൻഡ് ചോമൽ രണ്ടുപേരും ഇല്ലേ എവിടെ? ഒരാളേ ഉള്ളൂ? ഒരാളെ കാണുന്നില്ലല്ലോ. നിങ്ങളെന്ത് ശത്രുക്കളാ? നിങ്ങൾ ശത്രുക്കൾ ഇരിക്കുമ്പോഴല്ലേ ഇരിക്കുന്നതാണെന്ന്? ആരും ഒരാളെ തലയെ കാണിക്കൂലോ ഓൺലൈനിൽ അല്ലേ? ആഹാ, ഇന്നെങ്ങനെ ചിരിക്കുന്ന കണ്ടു ജ്വൽ ആൻഡ് ജോമൽ. അപ്പൊ ചിരിക്കാൻ അറിയാം. ഓക്കെ, അപ്പൊ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നു. ചെന്നമ്മ കർണാടക കെ കിത്തൂർ രാജ്യ കി റാണി थी. മക്കളെ, നിങ്ങളെ ചെറിയ കുട്ടികളാണ്. അപ്പൊ വായിക്കുമ്പോ മിസ് വായിക്കുമ്പോ ശ്രദ്ധിച്ചിരിക്കണം. ഓരോ വാക്കുകളും പഠിച്ചു വെക്കണം. കുറച്ച് ടഫ് വാക്കുകൾ ഉണ്ടാവും. ചെന്നമ്മ कर्नाटक के कितूर राज्य के रानी थी. सन 1824 में ब्रिटिश इंडिया कंपनी के विरुद्ध अपनी सेना बनाकर लड़ने वाली यह पहली रानी थी. उनके साहस एवं वीरता के कारण कर्नाटक में उन्हें विशेष सम्मान प्राप्त है. साथ ही देश के इतिहास में भी उनका महत्वपूर्ण स्थान है. इसे പറഞ്ഞുതരാം. ചെന്നമ്മ കർണാടക के कितूर राज्य की रानी थी. എവിടുത്തെ റാണിയാണ്? കർണാടകയിലെ കിത്തൂർ രാജ്യത്തിലെ റാണിയാണ് ആര്? ചെന്നമ്മ. ചെന്നമ്മ कौन थी? ചെന്നമ്മ कौन थी? ചെന്നമ്മ कर्नाटक के कितूर राज्य की रानी थी. ക്ലിയർ ആയോ? കർണാടകയിലെ കിത്തൂർ രാജ്യത്തിലെ റാണിയാണ് ആര്? ചെന്നമ്മ. അല്ലേ? ആരാദ്യം മനസ്സിലായിട്ടില്ലേ? നെക്സ്റ്റ്,
सन 1824 में ब्रिटिश इंडिया कंपनी के विरुद्ध अपनी सेना बनाकर लड़ने वाली वह पहली റാണി. 1824 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എപ്പോഴാണ്? 1947, 1947 അല്ലെ? അപ്പൊ അതിനു മുന്നേ 1824 ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സൈന്യം, ഒരു സേനയെ നിർമ്മിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത ആദ്യത്തെ റാണിയാണ് ആര്? ചെന്നമ്മ. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയ ആദ്യത്തെ റാണിയാണ് ആര്? ചെന്നമ്മ. ഇനി മിസ് വായിക്കുന്ന നെക്സ്റ്റ് ലൈൻ സെന്റൻസ് മാർക്ക് ചെയ്തോ. ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ. ഉൻകെ സാഹസ് ഏവം, മുഹമ്മദ് ഷാൻ മാർക്ക് ചെയ്യുന്നുണ്ടോ? ഷാനെ മാർക്ക് ചെയ്യുന്നില്ലേ? യെസ്. उनके साहस एवं वीरता के कारण कर्नाटक में उन्हें विशेष सम्मान प्राप्त है. प्राप्त है വരെ കണ്ടോ അജിസലെ? എവിടെയാന്ന് കണ്ടോ? ഒന്നും കൂടി പറയാമോ? ഉൻകെ സാഹസ് ഏവം, മിസ് ഇപ്പൊ വായിക്കുന്ന തൊട്ടടുത്ത മീനിങ് പറയേണ്ടത്. ഉൻകെ സാഹസ് ഏവം वीरता के कारण कर्नाटक में उन्हें विशेष सम्मान प्राप्त है. കണ്ടോ എല്ലാവരും? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് അത്. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 അവിടെ മാർക്ക് ചെയ്യുക. അതിന്റെ മീനിങ് എന്താണ്? അതായത് അവളുടെ, റാണി ചെന്നമ്മയുടെ ധൈര്യത്തെ കുറിച്ച് കർണാടകത്തിലെ എല്ലാവർക്കും അറിയപ്പെട്ടിരുന്നത് ചെന്നമ്മയുടെ ആ ധൈര്യ കഥയായിരുന്നു. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ്? നിങ്ങൾക്ക് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്താണ്? റാണി പറയാം. റാണി ചെന്നമ്മയുടെ ചരിത്രകഥ, അതായത് വിശേഷ സ്ഥാനം എങ്ങനെയാണ് ചരിത്രത്തിലെ ഇടം നേടിയത്? എങ്ങനെയാണ്? ഉൻകെ സാഹസ് ഏവം. അജിസല് മാർക്ക് ചെയ്തിട്ടില്ല എന്നല്ലോ? ആ ഇല്ല, ചെയ്തോ? മനസ്സിലായിട്ടില്ല എവിടെയാന്ന്? ഉൻകെ സാഹസ് ഏവം वीरता के कारण कर्नाटक में पुणे. ഫുള്ള് അണ്ടർലൈൻ ചെയ്യണമെന്നില്ല, ബ്രാക്കറ്റ് ചെയ്ത് വെച്ചോ. എനിക്ക് ക്ലാസ് കട്ടായി പോയി. ഉനെ വിശേഷ സമ്മാൻ പ്രാപ്ത് ഹേ വരെ. ഇടയ്ക്ക് നെറ്റിന്റെ പ്രശ്നോ ക്ലാസ് കട്ടായി പോയവർ വീണ്ടും ഒന്നുകൂടി യൂട്യൂബിലെ ക്ലാസ് നിർബന്ധമായും കാണണം. ഓക്കെ, വിശേഷ സമ്മാൻ പ്രാപ്ത് ഹേ. അപ്പൊ അതുവരെ ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ. साथ ही देश के इतिहास में भी उनका महत्वपूर्ण स्थान है. അങ്ങനെയാണ് ചരിത്രത്തിലെ ചെന്നമ്മയ്ക്ക് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ലഭിച്ചത്. നെക്സ്റ്റ് പാരഗ്രാഫ്. कर्नाटक में बेलगाम के पास एक गांव कगती में जन्मी रानी चेन्नम्मा को बचपन से ही घुड़सवारी, तलवारबाजी तथा तीरंदाजी में विशेष रुचि थी. ഇനി നേരത്തെ പറഞ്ഞത് കർണാടകത്തിലെ കിത്തൂർ രാജ്യത്തിലെ റാണിയാന്ന് പറഞ്ഞു. ഇനി എന്താ പറയാൻ പോകുന്നത്? എവിടെയാണ് ജനിച്ചത്? കുട്ടിക്കാലം എവിടെയാണ് ജനിച്ചതെന്ന് പറയാൻ പോകുന്നത്. കർണാടക में बेलगाम के पास एक गांव कक्ती में. കർണാടകത്തിലെ ബേൽഗാമിനടുത്തുള്ള ഒരു ഗ്രാമമുണ്ട്. കഗ്തി എന്നാണ് ഗ്രാമത്തിന്റെ പേര്. അവിടെയാണ് ജന്മം കൊണ്ടത്. ഇനി പറഞ്ഞ സെന്റൻസ് വീണ്ടും മാർക്ക് ചെയ്തോളൂ എല്ലാവരും. പേന എടുത്തോളൂ എല്ലാവരും. സ്വന്തമായി മാർക്ക് ചെയ്യണം. മിസ് വായിക്കുന്ന ഭാഗം. റാണി ചെന്നമ്മക്കോ, അവിടെ ബ്രാക്കറ്റ് ചെയ്താൽ മതി, അണ്ടർലൈൻ ചെയ്യണ്ട. എന്റെ അജിസലിന് പറ്റുന്നില്ല? സ്വന്തമായിട്ട് കാണുന്നില്ല? അങ്ങനെ ഹെൽപ്പ് ചെയ്യണ്ട, സ്വന്തമായി ചെയ്തു പഠിക്കണം.
റാണി ചെന്നമ്മ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചോ. റാണി ചെന്നമ്മയിലെ ബ്രാക്കറ്റ് ഇട്ട് വെച്ചോ. നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2. സെക്കൻഡ് പാരഗ്രാഫിലെ സെക്കൻഡ് ലൈനിലുണ്ട് റാണി ചെന്നമ്മക്കോ. അത്ര പോലും മടി തന്നെ അല്ലേ, വായിച്ചു നോക്കാൻ വരെ മടി അല്ലേ? അമ്മയോ അച്ഛനോ ആരോ വന്നിട്ട് വായിച്ചു തരണം, എവിടെയാന്ന് കണ്ടുപിടിച്ചു തരണം. റാണി ചെന്നമ്മക്കോ बचपन से ही घुड़सवारी, तलवारबाजी तथा तीरंदाजी में विशेष रुचि थी. रुचि थी എന്ന് വരെ മാർക്ക്. रुचि थी എന്ന് വരെ എന്താ അതിന്റെ അർത്ഥം? റാണി ചെന്നമ്മക്ക് കുട്ടിക്കാലം മുതലേ എന്താ ഇഷ്ടം എന്നറിയോ? നിങ്ങളെ പോലെ ഒന്നല്ല, നല്ല കുട്ടിയാണ് റാണി ചെന്നമ്മ. ഗുഡ് സവാരി, കുതിര സവാരി ഇഷ്ടാണ്. തൽവാർ ബാജി, ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കട്ടായി തന്നെ പോവോ? അതിന് എന്നിട്ട് മിസ് വേണ്ടേ? മിസ് നിഹാരയുടെ വീട്ടിലേക്ക് വരണോ? മിസ് അങ്ങോട്ട് വരണോ? ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ടെങ്കിൽ വീണ്ടും യൂട്യൂബ് ക്ലാസ് കാണും കേട്ടോ. മിസ് ഇപ്പൊ മാർക്ക് ചെയ്യാൻ പറഞ്ഞത് ഏതിന്റെ ആൻസർ ആണ്? എത്രാമത്തെ ക്വസ്റ്റ്യന്റെ? അത് ഫസ്റ്റിന്റെ അല്ല സോറി, ഇപ്പൊ പറഞ്ഞത് രണ്ടാമത്. റാണി ചെന്നമ്മക്കോ ബച്പൻ സേ ഹി ഗുഡ് സവാരി, തൽവാർ ബാജി തഥാ തീരന്ദാസി മേം വിശേഷ രുചി थी. കുട്ടിക്കാലത്ത് തന്നെ കുതിര സവാരി, അമ്പെയ്ത്ത്, ഇതൊക്കെയാണ് ആർക്ക് താല്പര്യം? റാണി ചെന്നമ്മക്ക് കേട്ടോ. നമുക്ക് പിന്നെ ഒന്നും താല്പര്യമില്ല അല്ലെ? കുട്ടിക്കാലത്ത് നമുക്കൊന്നും, നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടാ? ഒന്നുമില്ല. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക അല്ലേ? വായനയും ഇല്ല അല്ലേ? എഴുത്തും ഇല്ല, ഒന്നുമില്ല. അപ്പൊ കുട്ടിക്കാലത്ത് അമ്പെയ്ത്ത്, അതുപോലെ കുതിര സവാരി മുതലായ മേഖലകളിലാണ് ആർക്ക് താല്പര്യം? റാണി ചെന്നമ്മക്ക്. अपनी इन रुचियों को पूरा करते करते वे युद्ध कौशल में प्रवीण हो गई. അങ്ങനെ അവൾ ഇഷ്ടപ്പെട്ട മേഖലയിൽ തന്നെ അവൾ എല്ലാ പഠനവും പഠിച്ചു. വാള്, അതായത് എങ്ങനെയാണ് അമ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കുതിരപ്പുറത്ത് സവാരി ചെയ്യേണ്ടത് ഒക്കെ പഠിച്ചു വെച്ചു. എന്തിനാണ്? യുദ്ധത്തില് പങ്കെടുക്കാൻ വേണ്ടിട്ട് അല്ലേ? कितूर राजघराने के राजा मल्ला सरदार ने जब रानी के युद्ध कौशल के बारे में सुना. അതുകൊണ്ട് മിസ് പറഞ്ഞ അതിലത്തെ കുറെ വാക്കുകൾ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടില്ല. കിത്തൂർ രാജഘരാനെ കെ രാജ, കിത്തൂർ രാജസദസ്സിലെ രാജാവായ മല്ലാ സർദാർ, അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഈ റാണി ചെന്നമ്മയുടെ യുദ്ധത്തിന്റെ താല്പര്യം, യുദ്ധം ചെയ്യാനുള്ള താല്പര്യത്തെ കുറിച്ച് അറിഞ്ഞു, കേട്ടിട്ടുണ്ട്. तो उनकी ചെന്നമ്മ से विवाह करने की इच्छा हुई. അതുകൊണ്ട് ആ കേട്ട പാതി തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? റാണി ചെന്നമ്മയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹം തോന്നി. ആർക്ക്? കിത്തൂർ രാജസദസ്സിലെ രാജാവായ മല്ലാ സർദാർ. കേട്ടല്ലോ? അപ്പൊ ഫസ്റ്റ് പേജ് കഴിഞ്ഞു. നെക്സ്റ്റ് പേജ് 31. പേജ് നമ്പർ 30 കംപ്ലീറ്റ് പറഞ്ഞു. അത് മനസ്സിലായോ മക്കളെ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? കുറച്ച് ടഫ് വാക്കുകൾ ഇല്ലോണ്ടാണ്, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. പേജ് നമ്പർ 31. അടുത്ത ക്ലാസ്സിന് മുന്നേ 1 മണിക്ക് ഇനി കൃത്യം ക്ലാസ്സിന് എല്ലാവരും കയറണം. കയറുന്നതിന് മുന്നേ ഈ പാഠഭാഗം 1-2 പ്രാവശ്യം വായിക്കണം. പിന്നെ ഇതുവരെ ഹിന്ദി നോട്ട് അയക്കാത്ത ജോയൽ ജോസഫിനൊന്നും നോട്ട് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ സംശയമാണ്. ഈ വർഷം ജോയൽ ജോസഫ് അയക്കാറില്ല, എപ്പോഴെങ്കിലും അയക്കും. കുറച്ച് അയക്കാറുണ്ടോ? കംപ്ലീറ്റ് ആയോ? 5ാമത്തെ ലെസൺ വരെ കംപ്ലീറ്റ് ആക്കിയോ മോനെ ജോയലെ? എന്താണ്? 4ാം പാഠത്തിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയില്ല. എവിടുന്നാ കിട്ടുക? സാധാരണ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ എവിടുന്നാ കിട്ടുക? മഴ വരുമ്പോ ഇങ്ങനെ
സാധാരണ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? മുന്നേയുള്ള ഒരു ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ ലെസന്റെ 5 കഴിഞ്ഞു, 5ന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നു, എന്നിട്ടും എഴുതുന്നില്ല എങ്കിൽ എക്സാം ഒക്ടോബർ 1st വീക്കില് എക്സാം ആണ്. അപ്പൊ ആ സമയമാകുമ്പോൾ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ വേണം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ലെസന്റെ മീനിങ് വേണം എന്നോട് പറയാൻ പാടില്ല. അതിനു മുന്നേ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒന്നുകിൽ എന്നോട് ചോദിക്കേ, ഇന്ന ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ വേണം, ഇല്ലെങ്കിൽ ഇന്ന നോട്ട് എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറ, വിവരം താ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ വെനസ്ഡേയും ക്ലാസ് ഉള്ള സമയത്ത് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ക്ലാസ്സിന് മുന്നേ പേജ് മറിച്ച് നോക്കുക. എത്ര വരെയാണോ പഠിപ്പിച്ചിട്ടുണ്ട് അതുവരെ ടെക്സ്റ്റും നോട്ടും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്തേ മതിയാവൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ചെക്ക് ചെയ്യണം, സജിത മിസ്സിനെ കൃത്യമായി അയച്ചിട്ടുണ്ടോ. അല്ലാതെ നിങ്ങൾ അയക്കാതെ ഇങ്ങനെ മാന്യന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കാനൊന്നും ഞാൻ വിടൂല. ഓൺലൈൻ ക്ലാസ് അല്ലേ, ഇങ്ങനെയെല്ലാം മതി എന്നുള്ളൊരു തോന്നൽ വേണ്ട. വെറുതെ ഒന്നല്ല നിങ്ങളെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നു പേരൻസ്. ഇങ്ങനെ നിങ്ങളൊക്കെ ഉഴപ്പി നടക്കാൻ വേണ്ടിട്ടാ ഫോണും തന്നിട്ട് ഫീസും കൊടുത്ത് പഠിപ്പിക്കുന്ന നിങ്ങളെ ഉഴപ്പാൻ വേണ്ടിട്ടാ. കുഞ്ഞുമക്കൾ നല്ല ശീലങ്ങൾ പഠിക്കണം. ഓൺലൈൻ ക്ലാസ് കൃത്യമായി അറ്റൻഡ് ചെയ്യുക, കൃത്യമായി നോട്ട്സ് എഴുതി അയക്കാൻ പറയുമ്പോൾ നോട്ട്സ് കൃത്യമായി എല്ലാ ടീച്ചേഴ്സിനും അയച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജോയൽ മാത്രമല്ല, ഇനിയും കുറെ പേര് ഞാൻ വിളിക്കും. അറിയാലോ നിങ്ങൾക്ക് എന്നാ? മിസ് എന്നിട്ട് ചിരിക്കുന്ന മുഖായിരിക്കൂല ഉണ്ടാവുക. പറഞ്ഞോളൂ, ആരാണ്? ഹസ്നയാണോ? തീരം ദാസിന്നില്ലേ, അതിന്റെ അർത്ഥം പറഞ്ഞോ? തീർദാസനാല് അമ്പെയ്ത്തലില്ലേ, യുദ്ധം ചെയ്യലേ, അമ്പെയ്യലില്ലേ? അപ്പൊ തൽവാർ വാസിയോ? തൽവാർ വാജി എന്ന് പറഞ്ഞാല് വാളും പരിചി ഉപയോഗിച്ചിട്ട് യുദ്ധം ചെയ്യുന്നത്. അവരുടെ കയ്യിൽ കുറെ ആയുധങ്ങൾ വേണ്ടേ? യുദ്ധം ചെയ്യാൻ വേണ്ടി പേനയും ബുക്കും കൊണ്ട് പോയാൽ മതിയോ? പോരാ. അപ്പൊ നമ്മൾ കുതിരപ്പുറത്തുള്ള സവാരി വേണം, വാളും പരിചയം എങ്ങനെയാ ഉപയോഗിക്കേണ്ടത് മനസ്സിലാക്കണം, അമ്പെയ്ത്ത് എങ്ങനെയാന്ന് മനസ്സിലാക്കണം. അതിനൊക്കെ അതായത് പ്രാവീണ്യം നേടിനാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ പേജ് നമ്പർ 30 വരെ മിസ് ഇപ്പൊ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം ആ പാഠം പേജ് നമ്പർ 30 വരെ ഫസ്റ്റ് പേജ് അടുത്ത ക്ലാസ്സിന് മുന്നേ വായിക്കണം. പിന്നെ ഒരു കാര്യം, ഇതുവരെ നോട്ട് അയച്ചു തരാത്തവര്, നോട്ട് മാത്രല്ല കോപ്പി റൈറ്റിങ്ങും, ഓരോ നോട്ടിന്റെ ഒരുമിച്ച് ഒരു പേജ് കോപ്പി റൈറ്റിങ്ങും വേണം. അതിന്റെ കൂടെ ടെക്സ്റ്റ് ബുക്കിലെ വർക്കും വേണം. അയക്കുന്നത് ഉറപ്പുണ്ടെങ്കിൽ മാത്രം 1 മണിക്കുള്ള ക്ലാസ്സിൽ ധൈര്യത്തോടെ വന്നു. ഇല്ലെങ്കിൽ ഞാൻ ഓൺലൈനിൽ അടി പാർസലായിട്ട് വരും. അയക്കാത്തവര് അവിടെ ഇരുന്നിട്ട് എഴുതിയിട്ട് മാത്രം, ക്ലാസ്സും കഴിഞ്ഞിട്ട് മതി ഭക്ഷണം കഴിച്ചത് കേട്ടാ. എഴുതിയിട്ട് സജിത മിസ്സിനെ അയച്ചിട്ട് മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി. പേരൻസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു വന്നിട്ട് മതി, അവർക്ക് ഭക്ഷണം കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ എത്ര പ്രാവശ്യം വായിക്കും? രണ്ട് പ്രാവശ്യോ? എഡ്വിൻ എത്ര പേര് ഫ്രീ ആണോ? ഓക്കെ, കുറച്ച് ഉയർത്തിപ്പിടി. ഓക്കെ 5 നിത. ഓക്കെ, 2 അതിൽ കൂടുതൽ, ഏറ്റവും കുറഞ്ഞ 2 പ്രാവശ്യം വായിക്കണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ വായിപ്പിക്കും. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നോട്ടും ടെക്സ്റ്റും കോപ്പി റൈറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് 1 മണിക്കുള്ള ക്ലാസ്സിൽ വന്നോളൂ. ഇപ്പൊ ഞാൻ ആ നോട്ട് ഇന്ന് പറഞ്ഞ പേജ് നമ്പർ 29 ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ടേ. ആരെങ്കിലും എഴുതാൻ വിട്ടുപോയെങ്കിൽ എഴുതുക. പേജ് നമ്പർ 29 ഇന്ന് തുടങ്ങിയ വർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഇട്ടതാണ്. നിങ്ങൾ കണ്ടുപോയില്ല എങ്കിൽ കംപ്ലീറ്റ് ആക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി